തന്നെ വിട്ടുപിരിഞ്ഞ സ്നേഹമയിയായ അമ്മയുടെ അവസാന ആഗ്രഹം നിറവേറ്റാൻ ചിലങ്ക കെട്ടി ഭിന്നശേഷി വിദ്യാർത്ഥിനി നിഹ. തന്റെ മകളെ നർത്തകിയാക്കണം എന്നായിരുന്നു മരണക്കിടക്കയിലും കൊല്ലം ചടയമംഗലം സ്വദേശിനി ഷജീലയുടെ ആഗ്രഹം. ചടയമംഗലം ബഡ് സ്കൂളിലെ വിദ്യാർത്ഥിനി നിഹ അമ്മയുടെ സ്വപ്നം നിറവേറ്റി. നികയുടെ ഈ നൃത്ത ചുവടുകൾ ഖബറിലെ അമ്മ ഷജീലയ്ക്കായുള്ള സമർപ്പണം. തനിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരമൊരുക്കിയതിനുള്ള നിഹയുടെ നന്ദി. നാടോടി നൃത്തത്തിൽ നിഹ തന്റെ അനാഥത്വം മറന്ന് തകർത്താടി. പിതാവ് ഷാജി മൺമറഞ്ഞ് 10 വർഷം. വൃക്കരോഗിയായിരുന്ന നിഹയുടെ ഉമ്മ ഷജീല നിഹയെ കൈവെള്ളയിൽ കൊണ്ടു നടന്നു. മരിക്കും വരെ നിഹ ചിലങ്ക കെട്ടി കലോത്സവത്തിൽ നൃത്തം ചെയ്യാൻ കൊതിച്ചു. പക്ഷേ മകൾ നിഹയുടെ നൃത്തം കാണാനാകാതെ ഷജീല മരണത്തിന് കീഴടങ്ങി. ഉമ്മയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയെന്ന് നിഹ. എൻ്റെ പൊന്നുമ്മ ഏറെ പറഞ്ഞാലും തീരില്ല മഹിമ. ഉമ്മയുടെ ആഗ്രഹം ചിലങ്കട്ടണം, അതിനെ സാധിച്ച് ഇപ്പോൾ കാണാൻ ഉമ്മ ഇല്ല. ഇനിയും കളിക്കും. ഡാൻസ് പഠിക്കും? ആരാ പഠിപ്പിക്കുന്നത്? പൊന്നുവോ? ടീച്ചറിനെയൊക്കെ ഇഷ്ടമാണോ? ബഡ്സ് സ്കൂളാണിന്ന് നിഹയുടെ ലോകം. അവിടെ താൻ സുരക്ഷിത. ടീച്ചർ സ്മിതയും നൃത്ത അധ്യാപിക സൂര്യയും നിഹയുടെ കൽബിൽ ഇടം നേടി. പുള്ളിക്കാരിക്ക് ഇൻട്രസ്റ്റ് വേണം. ഞാൻ പഠിപ്പിക്കുന്നതിലുപരി അവൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനാണ് ഇഷ്ടം. എപ്പോഴും അങ്ങനെയാണ്. പഠിപ്പിക്കുന്നതല്ല അവള് കളിക്കാറ്. അവള് തന്നെ ഒരു ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയത്തില്ലേ, ചിലതൊക്കെ ഇവള് കളിക്കുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയിട്ടുണ്ട്. എങ്ങനെ ഇത് പറ്റുന്നെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം അഭിനയിക്കും, നല്ലപോലെ അഭിനയിക്കും. വലിയ പാടില്ല, കളിക്കും ആള്. ഇന്ന് ഷജീലാമ്മ ഇല്ലാത്തതൊരു വല്ലാത്തൊരു ഇന്ന് തന്നെ ഞാൻ ഒരുക്കുന്ന സമയത്ത് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശിവാൻറ്റിയെ ഇങ്ങനെ ഷജീലാമി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം പറ്റുന്നില്ലായിരുന്നു. കാരണം എവിടെയാണെങ്കിലും എപ്പോഴും ഇവള് മുന്നിൽ നിൽക്കണം എന്നാണ്. ഇവൾക്ക് വേണ്ടി ജീവിച്ചൊരു ഉമ്മയാണ്. കുഞ്ഞുനാൾ മുതലേ എനിക്ക് ഷജീലാമ്മി കാണുമ്പോൾ തന്നെ ഇവള് കൂടെ ഉണ്ട്. അവർ രണ്ടുപേരാണ്. അല്ലെ, ഒറ്റയ്ക്ക് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഉമ്മയും മകളും തമ്മിലെ കെമിസ്ട്രിയിൽ ആശ്ചര്യമില്ല. പക്ഷെ നിഹയും ഷജീലയും ഇരട്ടകളെപ്പോലെ ജീവിച്ചു, ആടിയും പാടിയും. നിഹ ഏകയാണെങ്കിലും അതിപ്പോഴും തുടരുന്നു. നിഹയുടെ വാപ്പ മരിച്ചിട്ട് ഏകദേശം 10 വർഷത്തിന് മുകളിലായി. ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ അടുത്ത സമയത്ത് 2 മാസത്തിന് മുന്നേ ഉമ്മയും മരണപ്പെട്ടു. അപ്പം ഉമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അവളെ ചിലങ്ക അണിയിപ്പിക്കുക, ഡാൻസ് കളിപ്പിക്കുക. എല്ലാ വേദികളിലും കിട്ടുന്ന എല്ലാ വേദികളിലും മാക്സിമം, ഏത് ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ എല്ലാ വേദികളിലും അവളെ പങ്കെടുപ്പിക്കാൻ അവളുടെ ഉമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതുപോലെ ഞങ്ങളുടെ സ്കൂളിനൊരു നട്ടെല്ലായിരുന്നു. എന്ത് കാര്യത്തിനും ഒപ്പം നിൽക്കുന്ന ഒരു രക്ഷാകർത്താവായിരുന്നു. അപ്പം നിഹയുടെ ഉമ്മയുടെ വേർപാടിലും ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഇവിടെ ആഗ്രഹമായിരുന്നു മോളെ അരങ്ങിലെത്തിക്കുക എന്നുള്ളത് ഉമ്മയുടെ ആഗ്രഹമായിരുന്നു. അത് ഞങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചു. ഷജീലയുടെ സഹോദരിയുടെ മകൻ ഉൾപ്പെടെ നല്ല ഹൃദയമുള്ള ബന്ധുക്കൾ നിഹയുടെ സംരക്ഷണം ഏറ്റെടുത്തു. സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എല്ലാ വീട്ടിൽ കളിക്കുന്നുണ്ട്. വന്ന സ്കൂളിൽ നിന്ന് നമുക്ക് അതേ ഉള്ളു ജോലി. പിന്നെ ഉമ്മയുടെ പാട്ടുമൊക്കെ പാടി കരയും, കുറേ നേരം അനങ്ങാതിരിക്കും. ആ തള്ളയുടെ ഫോണില്ലാത്തോണ്ട് പാട്ട് ഇട്ടിട്ടുണ്ട്, അത് ഇട്ടിട്ട് കരയും. ഏത് പാട്ടാ ഉള്ളത്? ഒപ്പനയുണ്ട്. ഒന്ന് പറഞ്ഞു പാട്ട് ഉമ്മയെ കുറിച്ച് പാട്ട് പറഞ്ഞു. കണീവിൻ്റെ കരലായ എരുതിയ തീരാ ദുനിയാവിലെ സുബറുകൾ എൻ്റെ പൊന്നുമ്മ ഏറെ പറഞ്ഞാലും തീരില്ല പൂമഹിമ. സുബറുകൾ എൻ്റെ പൊന്നുമ്മ ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. ഈ പാട്ട് ഉമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നോ? ഉമ്മ എപ്പോഴും പാടി കേൾപ്പിക്കുമായിരുന്നോ? കുറച്ച്
എന്തുകൊണ്ടാണ് ഈ പാട്ട് മോക്ക് ഇത്ര ഇഷ്ടമായ? എനിക്ക് ഉമ്മാക്ക് സ്നേഹമുള്ളതുകൊണ്ട്. ഈ നിഹയുടെ ഉമ്മ ഷജീലയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകളെ കൊണ്ട് ചിലങ്ക കെട്ടിക്കുക എന്ന് പറയുന്നത്. ആ നൃത്തത്തെ അത്രത്തോളം അവരും ഉപാസിച്ചിരുന്നു. മകൾ അരങ്ങിലെത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ ഒടുവിലത്തെ ആഗ്രഹം നിസ ഇന്ന് ഈ നമ്മുടെ നിഹ ഇന്നത് അത് നടത്തി ഡാൻസ് ചെയ്തു. അങ്ങനെ അമ്മയുടെ ഇഷ്ടപ്പെട്ട ആ നൃത്തത്തെ അമ്മയായി തന്നെ സ്വീകരിച്ച് ഇപ്പോൾ സനാഥയായിരിക്കുകയാണ്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.